മായാജാലം കാണിച്ച് ആരോ ഒന്നിനെ രക്ഷപ്പെടുത്തിയെന്നറിഞ്ഞു. എന്നാൽ ആ മായാജാലം വീരബാഹു ഒന്ന് കാണട്ടെ. എന്നെ ഒന്നും ചെയ്യരുത്. നിന്റെ തലയർത്ത് കാൽക്കൽ വെക്കണമെന്ന് പറഞ്ഞാണ് ചിത്രഭാനു തമ്പുരാൻ എനിക്ക് ആളയച്ചത്. വീരബാഹുവിന് ഇതുവരെ ലക്ഷ്യം തെറ്റിയിട്ടില്ല. നിന്റെ സമയം അവസാനിച്ചു. വീരബാഹു, ഇവളെ കൊല്ലാനുള്ള അവകാശം നിങ്ങൾക്കില്ല. പിന്നെ ആർക്ക്? ഞങ്ങൾക്ക്. നിഴലുപോലെ ചിത്രഭാനു തമ്പുരാന്റെ കൂടെ നടക്കുന്ന ഞങ്ങൾക്ക്. ഇവളെ കൊല്ലാനുള്ള അവകാശവും ഞങ്ങൾക്ക്. അതിന്റെ പേരിലുള്ള പാരിതോഷികവും ഞങ്ങൾക്ക്. മാറി നിൽക്ക്. നിനക്കൊക്കെ അതിനുള്ള കരുത്തുണ്ടായിരുന്നെങ്കിൽ വീരബാഹുവിലൂടെ വരേണ്ടി വരുമായിരുന്നില്ല. ഞങ്ങളുടെ കരുത്തിനെ വെല്ലുവിളിക്കേണ്ട. അതിന് വീരബാഹു വളർന്നിട്ടില്ല. ഓഹോ, എങ്കിൽ ആദ്യം മറ്റു വീഴേണ്ടത് നിങ്ങളുടെ ശിരസല്ലേ? അത് കഴിഞ്ഞ് ഇവളുടേത്. വീരബാഹു, വീരബാഹു, വീരബാഹു! കുഞ്ഞിയുടെ അമ്മ വല്ലാതെ പേടിച്ചു അല്ലേ? ജീവിതം അവസാനിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. എന്റെ മോളെ ഇനി കാണാൻ പറ്റൂന്ന് ഞാൻ കരുതിയില്ല. ഈ ചിത്രഭാനു തമ്പുരാൻ എന്താ ഒന്നും പഠിക്കാത്തത്? ഇത്രയും ക്രൂരത കാണിക്കുന്ന ആളെ ദൈവങ്ങൾ എന്താ ശിക്ഷിക്കാത്തത്? ചിത്രഭാനുവിനുള്ള ശിക്ഷ എപ്പോഴും കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ അയാളൊന്നും പഠിക്കുന്നില്ലല്ലോ. പഠിച്ചോളും. ചിലർ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും, ചിലർ കാര്യങ്ങൾ പഠിക്കാൻ വൈകും. അല്ല, വേദക്കുട്ടിക്ക് വീട്ടിൽ പോകണ്ടേ? പോണം. എന്നാൽ കുഞ്ഞിപ്പെണ്ണും അമ്മയും കിടന്നോട്ടെ. വേദക്കുട്ടിയെ യോഗിനിയമ്മ കൊണ്ടാക്കാം. ഞങ്ങളും വരാം യോഗിനിയമ്മേ. അല്ലെങ്കിൽ വഴിയിൽ ചിത്രഭാനു തമ്പുരാനും ആളുകളും കാത്തിരിക്കുന്നുണ്ടാവും. അതിനെന്താ? ചിത്രഭാനു തമ്പുരാൻ വഴിവെക്കലുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞാൻ കാണേണ്ട വിധത്തിൽ കണ്ടോളാം. ഇനി അങ്ങോട്ട് ഞാൻ ജോലിക്ക് പോവില്ല. വേണ്ട മല്ലിയമ്മേ, ഇനി ആ ദുഷ്ടന്മാരുടെ അടുത്തേക്ക് ജോലിക്ക് പോണ്ട. അമ്മേ, ഞാൻ എന്തായാലും അങ്ങോട്ട് വിടില്ല. അതെ, ഇന്ന് കണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും മറന്നു കളഞ്ഞേക്കും. എല്ലാവരും ഒരു സ്വപ്നം കണ്ടതാണെന്ന് കരുതുക. ആരെയും വേദനിപ്പിക്കാത്തൊരു സ്വപ്നം. നമുക്കിറങ്ങാം വേദക്കുട്ടി.
വല്യമ്മേ സൂക്ഷിക്കണം കേട്ടോ. ചിത്രഭാനു തമ്പുരാന്റെ ഭടന്മാരും മറ്റും വരികയാണെങ്കിൽ അങ്ങോട്ട് വന്നോളും. മോളെ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഭഗവാൻ ഒരാപത്തും വരുത്തിയില്ലല്ലോ, ഇനിയും വരുത്തില്ല. ശരി, മോള് ചെല്ല്. ഉം. ഇരുട്ടിൽ കിടന്നപ്പോൾ അമ്മ എന്താ പ്രാർത്ഥിച്ചത്? ഭഗവാനെ, എന്റെ മോളെ കാത്തോളണേന്ന്. യോഗിനിയമ്മ പറയുന്നത് സത്യമാണമ്മേ. ഭഗവാൻ നമുക്ക് ഒന്നും വരുത്തില്ല, ഒരിക്കലും വരുത്തില്ല. യോഗിനി അമ്മ പറഞ്ഞതുപോലെ നടന്നതൊക്കെ മറന്നു കളയുക. നമുക്ക് നമ്മുടെ ഭഗവാനുണ്ട്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.